ക്രിസ്ത്യാനി ഒരു വിശുദ്ധ വിളി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഓരോ ഞായറാഴ്ചയും വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നത്. എന്ത് കേൾക്കാനാ? ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. അതൊരു വചനമാണ്. ആ വചനം എന്നിൽ മാംസമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും നിങ്ങളും ഓരോ ഞായറാഴ്ചയും കുർബാനയ്ക്ക് വരുന്നത്. കുർബാനയ്ക്ക് വരുന്നവർക്ക് പോലും അറിയാൻ പറ്റില്ല താൻ എന്തിനാണ് വരുന്നതെന്ന്. ഇത് കേൾക്കാനാ. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇത് ഞാൻ ഭക്ഷിക്കും. അങ്ങനെ ഭക്ഷിച്ച് ഞാനും യേശുവും ഒന്നായിത്തീരും. എൻ്റെ ശരീരം യേശു ക്രിസ്തുവിന് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ജീവിതം യേശു ക്രിസ്തുവിന് വേണ്ടി ഇതാ തുറന്നു കൊടുക്കുന്നു. യേശു എന്തിനാ വന്നത്? ലോകത്തിൻ്റെ പാപങ്ങൾ മോചിക്കാനും അതോടൊപ്പം ലോകത്തെ രക്ഷിക്കാനുമാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ശരീരവും എൻ്റെ ജീവിതവും ലോകരക്ഷയ്ക്ക് വേണ്ടി ഞാൻ തുറന്നു കൊടുക്കുന്നു എന്നാണ് ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോയാൽ അർത്ഥം. ചില ധ്യാനങ്ങൾക്ക് ഒരു 4-5 കുടുംബങ്ങളെങ്കിലും കാണാറുണ്ട് മക്കളില്ലാത്ത ദമ്പതികളായിട്ട്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് സത്യത്തിൽ മക്കളില്ലാത്ത ദമ്പതികളാണ്. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഈ മക്കളില്ലാത്ത ദമ്പതികൾ എത്ര പേരുണ്ടെന്ന് കണ്ടെത്താറുണ്ട്. അതിനൊറ്റ കാര്യമുള്ളൂ, പ്രിയമുള്ളവർ, ധ്യാനം ആരംഭിക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥന നടത്തും, എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച്. ആ സമയത്ത് ഞാൻ മിക്കവാറും കണ്ണ് തുറന്ന് പിടിച്ചാണ് പ്രാർത്ഥന. എല്ലാവരോടും കണ്ണുകൾ അടച്ചോളാൻ പറയും ആദ്യം തന്നെ. അതോടുകൂടി അവരോർക്ക് ഇപ്പം രോഗശാന്തി നടക്കാനുള്ള സമയമാണല്ലോ എന്ന് ഓർത്ത് അവർ കണ്ണടച്ച് പിടിച്ചിരിക്കുക. ആദ്യത്തെ ധ്യാനം കൊണ്ട് തുടങ്ങുന്ന സമയമല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഉറക്കമൊക്കെ വായിക്കോട്ടായൊക്കെ. ആദ്യം എന്ന് പറഞ്ഞാൽ ആവേശത്തിന് വന്നിരിക്കുക. അപ്പോൾ നല്ലോണം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും കണ്ണൊക്കെ അടച്ച്. അപ്പം ഞാനിങ്ങനെ പറയും, ദൈവമേ, കടബാധ്യതയിൽപ്പെട്ട് തകർന്ന മക്കൾ വന്നിട്ടുണ്ട്. അത്രയും പറഞ്ഞാൽ മതി. ഉടനെ ഒരുത്തൻ അവിടെ നിന്നുണ്ട് ഒറ്റ കരച്ചിൽ കയറി. അപ്പം മനസ്സിലായി ഇവൻ പൊളിഞ്ഞു വന്ന പാർട്ടിയാണ്. അപ്പം മറ്റേ പുള്ളി ഉറങ്ങും. അപ്പം പ്രിയമുള്ളവർ, അടുത്ത് നമ്മൾ പറയും എന്താണ്? ദൈവമേ, അനേകം മക്കളില്ലാത്ത ദമ്പതികൾ വന്നിട്ടുണ്ട്. അതോടുകൂടി അവിടെ ഫ്രണ്ടിരിക്കുന്ന പെണ്ണ ഒരൊറ്റ കരച്ചിലാണ്. അന്നേരം മനസ്സിലായി ഇവർക്ക് എന്തില്ല, കുട്ടികളില്ല. അങ്ങനെ നമുക്ക് ഏകദേശം ധ്യാനത്തിൻ്റെ ഒന്നാമത്തെ പ്രസംഗം കഴിയുമ്പം തന്നെ ഇതിനകത്ത് ഏതെല്ലാം കേസ് കെട്ടുണ്ടെന്ന് മനസ്സിലാകും. പ്രേമബന്ധങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പെണ്ണ് ഒരു കള്ളച്ചിരിയിരിക്കും. അപ്പോഴേ മനസ്സിലാകും ഇവള് പ്രേമബന്ധത്തിൽ കുടുങ്ങി വന്നതാണ്. ഞാൻ ചിലപ്പോൾ കുരിനച്ചുകൊണ്ട് പറയും, തേണ്ട ഇന്ന സൈഡിലിരിക്കുന്ന ആ പെണ്ണിനെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു, അങ്ങോട്ട് പോയി കൗൺസിലിംഗ് ചെയ്തേക്കാൻ പറയും. എന്നാ സംഭവം എന്നറിയോ? കറക്റ്റായിരിക്കും. അതെന്നാന്ന് ചോദിച്ചാൽ ഈ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ചെറിയ പതുക്കെ ഒരു കൊട്ടേഷൻ ചിരിയുണ്ട്. അത് നടത്തുമ്പോഴേ അറിയാം ഇത് സംഗതി പാളിയിരിക്കുന്ന കേസാണ്. അപ്പോൾ പ്രിയമുള്ളവർ, ഇങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അനേകം കൂടെ. അപ്പോൾ ഇതിൽ മക്കളില്ലാത്ത ദമ്പതികൾ ഒത്തിരി പേര് വരാറുണ്ട്, ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് തമ്പുരാനോട് ചോദിച്ചു, ദൈവമേ, ചിലരൊന്ന് പറയും 25 ലക്ഷം രൂപ 20 ലക്ഷം രൂപയൊക്കെ ഒരു കൊച്ചിന് വേണ്ടി ഞങ്ങൾ ചിലവാക്കി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടുണ്ടാകുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചെയ്തു. അത് പറ്റുകയില്ല. പിന്നെ ടെസ്റ്റ് ട്യൂബ് നോക്കി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉദരം വാടകയ്ക്ക് എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കി. ഇങ്ങനെ ഭയങ്കര ട്രീറ്റ്മെൻറ്റൊക്കെ ഇന്നുണ്ട്. കണ്ടമാനം കാശുമുണ്ട്, ചിലവാകുന്നുണ്ട് പലരുടെയും കയ്യിൽ നിന്ന്. എന്താണ് അവരുടെ ആഗ്രഹം? ഒരു കുഞ്ഞ് ഉണ്ടാവണം. ഈ അടുത്ത കാലത്ത് ഒരു ഫാമിലി വന്നപ്പോൾ ഞാൻ വെറുതെ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പിള്ളേരുണ്ടാകണമെന്ന് തന്നെ ഇത്ര നിർബന്ധം? നിങ്ങൾക്ക് ഈ കൊച്ചുങ്ങളുണ്ടാകണമെന്ന് തന്നെ ഇത്ര നിർബന്ധം തന്നെ? ഇവിടെ ഒരു മനുഷ്യൻ വരാറുണ്ട്, അദ്ദേഹം എല്ലാ ആഴ്ചയിലും വരും. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയും, അച്ഛാ ബാംഗ്ലൂരെങ്ങാണ്ടൊരു കൊച്ചുണ്ടെന്ന് പറയും, ദത്തെടുത്താലോ? പുള്ളിക്ക് പ്രായം 19 പുള്ളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ പറയും ഒക്കെ കുഴപ്പമാകും, അകത്ത് പോകാൻ നോക്കിക്കോണം, വല്ലതും കളിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കും. ഞാൻ പറയും പ്രാർത്ഥിക്കേ. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയും ദൈവം തരും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പിള്ളേരുണ്ടാകണമെന്ന് നിങ്ങൾ എന്തിനാ ഈ നിർബന്ധം പിടിക്കുക? എന്തിനാ ഈ പിള്ളേരുണ്ടാകുന്നത്? എന്തിനാ? അപ്പം നിങ്ങൾക്ക് പറയാൻ ഒത്തിരി കാരണം, ഞങ്ങൾ പ്രായമായി കഴിയുമ്പം നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ഞങ്ങളുടെ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ആരെങ്കിലും നോക്കാൻ വേണ്ടേ? പിന്നെ
ഞങ്ങൾ പ്രായമായി കഴിയുമ്പോൾ ഞങ്ങളെ സ്നേഹിക്കാനും ഞങ്ങളെ അപ്പാന്നൊന്ന് വിളിക്കാനും അമ്മയെന്നൊന്ന് വിളിക്കാനും അമ്മച്ചി ആശുപത്രിയിൽ ഒന്ന് പോകണ്ടേ എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചുകൊണ്ട് പോകാനും ആരെങ്കിലും, അതല്ലേ നിങ്ങളുടെ ആഗ്രഹം? അതിനല്ലേ പിള്ളേർ? അല്ല, പിന്നെ എന്താ നാട് നന്നാക്കാനാ? ഇതാഗ്രഹം. എനിക്ക് സ്നേഹിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എന്നെ കരുതാൻ ഒരാളുണ്ടാവണം. ഇനി ഇവിടെ ഇരിക്കുന്ന നരച്ച അമ്മമാരും അപ്പന്മാരും ഉണ്ടല്ലോ, നിങ്ങളൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ പിള്ളേർ നിങ്ങളെ നിങ്ങൾ സ്വപ്നം കണ്ട് കൊച്ചുങ്ങൾക്ക് ജന്മം നൽകിയപ്പോൾ പ്രാർത്ഥിച്ച്, പരിമലപ്പള്ളിയിലൊക്കെ പോയി നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ച്, കൊച്ചുണ്ടാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് കൊച്ചുണ്ടായല്ലോ. ഉണ്ടായപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച എന്തെങ്കിലും ഒരു സ്നേഹവും കരുതലും സ്വന്തം മക്കളിൽ നിന്ന് കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കണ്ട, കൈവക്കെ അബദ്ധമാകും. പ്രിയമുള്ളവരെ, ചിലതൊക്കെ ബോധപൂർവ്വം ചെയ്യാത്തതാണ്. ചിലർ ആഗ്രഹിച്ചിട്ട് പറ്റുന്നില്ല, ചിലരാഗ്രഹിച്ചിട്ട് പറ്റുന്നില്ല. ഒരു മകനും ഭാര്യയും കൂടി ഇവിടെ ഇരുന്നുകൊണ്ട് പറയും, ദൈവമേ, ഞങ്ങളുടെ അപ്പനെ ഒന്ന് നോക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ, ഞങ്ങൾ വിദേശത്തായിപ്പോയി, ഞാൻ സിംഗപ്പൂര്, പുള്ളി ഇവിടുന്ന് വിട്ടിട്ട് പോരാൻ പറ്റുമോ? കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, വിട്ടിട്ട് പോരാൻ പറ്റുമോ? സാധിക്കുന്നില്ല. ആരെങ്കിലും നോക്കിക്കുക, നിങ്ങളുടെ ആരുടെയെങ്കിലും കുഞ്ഞുങ്ങളുടെ, എന്തിനേറെ പ്രിയമുള്ളവർ, ആർക്കാണ് ഇത് സാധിക്കുന്നത്? പലരെ കൊണ്ടും സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളാരും പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സർവീസും സ്നേഹവും പരിലാളനവും നിങ്ങൾക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. അതിനുവേണ്ടി അല്ല ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നത്. അതാദ്യം മനസ്സിലാക്കണം. ഇതൊരു വെറും സ്വാർത്ഥതയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കുഞ്ഞിനെ തന്നത് നിങ്ങൾക്ക് കരുതലും സ്നേഹവും കിട്ടാൻ വേണ്ടിയല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങൾക്ക് നൽകിയത് ആ വ്യക്തിയെ കൊണ്ട് ലോകത്തിൽ ആർക്കോ കരുതലും സ്നേഹവും കൊടുക്കാനാണ്. ചിലപ്പോൾ നിങ്ങളുടെ കരുതലും സ്നേഹവും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത അയർലൻഡിലെ ഒരു മദാമ്മയ്ക്കായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവം അതാണ് നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്. അവർക്ക് പിള്ളേരില്ല, അവർ കല്യാണം കഴിച്ച് ഡൈവേഴ്സായി പോയാൽ മരിക്കാൻ കിടക്കായിരിക്കും, അവർക്കായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ എനിക്ക് ഇത്തരമൊരു ഉൾക്കാഴ്ച ഉണ്ടാകാൻ കാരണം തന്നെ നമ്മുടെ ഈ പാലിയേറ്റീവ് സെൻ്ററാണ്. ഞാൻ ഓർക്കാറുണ്ട്, ഈ പാലിയേറ്റീവ് സെൻ്റർ പണിയാനായിട്ട് ആലോചനയിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, എത്രയോ വ്യക്തികളുടെ സഹായമാണ് ഇത്രയും പൈസ മുടക്കി ഇത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത്രയും ചിലവ് മുടക്കി സ്ഥലം മേടിച്ചു, പല ഘട്ടങ്ങളിലായിട്ട് പണിത് നമ്മൾ കൊണ്ടുവന്നു. ഈ കെട്ടിടം, ഈ വീടെന്ന് പറയുന്നത് സത്യത്തിലൊരു വീടാണ് അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെ മക്കൾ എനിക്കൊരു വീട് പണിത് എന്നെ അവിടെ ആക്കണം. നമ്മളൊരു വീട് പണിത്, ആ വീട് പണിതത് അവിടെ താമസിക്കുന്ന ആരുടെയും പിള്ളേരാണോ പണിതത്? ആണോ? അല്ല. പിന്നെ ആരാ പണിതത്? വേറെ ആരാണ്ടറ പിള്ളേർ പണിത്. വേറെ ആരാണ്ടറയൊക്കെ പിള്ളേർ പണിത് വീടാ. പ്രിയമുള്ളവരെ, അവരെ ആരെയെങ്കിലും നോക്കുന്നത് അവരുടെ പിള്ളേരാണോ? അല്ല. പിന്നെ ആരാ? വേറെ ആരാണ്ടറ പിള്ളേരാ നോക്കുന്നത്. അവർക്ക് ആഹാരം കൊടുക്കുന്ന ആരാ? അവരുടെ മക്കളാണോ? അല്ല, വേറെ ആരാണ്ടറ മക്കളാണ് കൊടുക്കുന്നത്. ഞാനും പോകാറുണ്ട് ആരോഗ്യമുള്ളപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം. ഞാൻ അവരെ നോക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്ന ആളാണോ? അല്ല. പക്ഷേ എനിക്ക് പോകേണ്ടി വരുന്നു. ഞങ്ങളുടെ അമ്മ താഴെയും ഞാൻ മുകളിലും താമസിച്ച സമയമുണ്ട്. പക്ഷേ ആഴ്ചയിൽ ഒന്നുപോലും ഞങ്ങളുടെ അമ്മയുടെ മുറി ഞാൻ പോയിട്ടില്ല, പോകാൻ പറ്റിയിട്ടില്ല, തിരക്കാം. പക്ഷേ ഇത് ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്? വല്ലവരുടെയും അമ്മയുടെ അടുത്ത് ഞാൻ പോകേണ്ടി വരും. അപ്പം ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയാണ്? വല്ലവരുടെയും മക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ കൂടുതൽ സമയവും പ്രിയമുള്ളവരെ ചെലവഴിക്കുന്നത് ഞാൻ പ്രസവിച്ചാൽ നിങ്ങളെ അല്ല, എൻ്റെ കൂടുതൽ സമയം ചെലവഴിക്കപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ പ്രിയമുള്ളവർ, നിങ്ങൾ ഓർത്തേ, ഞാൻ ജനിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് സഹായം നിങ്ങളുടെ മക്കളിൽ നല്ല ദൈവം വെച്ചിരിക്കുന്നത്.
പിന്നെ ഇവിടുന്ന വേറെ ആരിൽ നിന്നോ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവർ, നമ്മളൊരു കാര്യം ഓർക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതായുസിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കരുത് മാത്രം. പിന്നെ ആർക്ക് വേണ്ടി കൂടി ജീവിക്കണം? നമുക്ക് വേണ്ടി കരുതുന്ന കരത്തിന് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ കഴിക്കുന്ന ഒരു മരുന്ന് കണ്ടുപിടിച്ച് ഒരുത്തനുണ്ട്, അവൻ്റെ ബുദ്ധിക്കകത്ത് അല്ലേ? നമ്മുടെ ദേഹത്ത് കുത്തുന്ന ഒരു സിറിഞ്ച് കണ്ടുപിടിച്ച ഒരാളുണ്ട്. നമ്മളെ ട്രീറ്റ് ചെയ്യുന്നൊരു ഡോക്ടർ, ആ വ്യക്തിക്ക് ദൈവം കൊടുത്തൊരു അഭിഷേകമുണ്ട്. അതുകൊണ്ടല്ലേ പഠിക്കാൻ പറ്റിയത്. നമ്മളെ ബസ്സേ കയറ്റിക്കൊണ്ട് പോകുന്നൊരു ഡ്രൈവർ, അവനൊരു ടാലൻ്റുണ്ട്. അവന് തലയ്ക്ക് എന്തെങ്കിലും കോള് വന്നാൽ അവൻ വണ്ടി കൊക്കയിലോട്ട് മറിച്ചാൽ നമ്മൾ പോവുകയല്ലേ. അപ്പോൾ ഇവരൊക്കെ നമുക്ക് വേണ്ടി ദൈവം സൃഷ്ടിക്കപ്പെട്ടവരാ, ജീവൻ്റെ ഉടമകൾ. പിന്നെ എന്തിന് എനിക്ക് തന്നെ കൊച്ചു വേണമെന്ന് ഞാനിങ്ങനെ കിടന്ന് വാശി പിടിക്കുന്നു? അപ്പം ഞാൻ പറഞ്ഞു വന്നിതാണ്, ഇതാ ഏകദേശം ഞാനിങ്ങനെ കണക്ക് കൂട്ടി, ദൈവമേ 6-8 രോഗികളുണ്ട്. ഒരു രോഗിക്ക് വേണ്ടി ഒരു മാസം എന്തോരം പൈസ ചിലവാകും? ഏകദേശം കണക്ക് കൂട്ടിയപ്പോൾ ഒരു 25,000-നും 30,000 രൂപയ്ക്കിടയിൽ ഒരു രോഗിക്ക് വേണ്ടി, അവിടെ താമസിക്കുന്ന ഒരു രോഗിക്ക് വേണ്ടി ചിലവുണ്ട് ഒരു മാസം. ഒരാളുടെ ഒരു മാസത്തെ, ഒരു നല്ല ജോലിക്കാരൻ്റെ ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ തുകയാണ് 30,000. അവൻ്റെ വീട് നടക്കും, അവൻ്റെ കുടുംബം നടക്കും, അവൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, എല്ലാം കൂടെ ചെയ്യേണ്ട തുക ഈ അനാഥരായ ഒരു രോഗിക്ക് വേണ്ടി നമുക്ക് ചിലവഴിക്കാൻ കിട്ടുന്നുണ്ട്. നമ്മൾ ചിലവഴിക്കുന്നുണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. അവരാരെങ്കിലും അവരുടെ മക്കൾ അധ്വാനിച്ചതാണോ ഇത്? അല്ല. പിന്നെ ആരുടെ മക്കൾ അധ്വാനിച്ചതാ? ആരുടെയൊക്കെയോ മക്കൾ അധ്വാനിച്ച് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കയറി. അവർക്ക് തോന്നി, എൻ്റെ പ്രയത്നത്തിൻ്റെ ഒരു പങ്ക് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്രയും ചെലവുള്ള ഒരു ജീവിതം സുഖപ്രദമായി സന്തോഷപ്രദമായി ആ വ്യക്തിക്ക് നയിക്കാൻ പറ്റുന്നത്. നമ്മളെ ആരെയും അവർ കണ്ടിട്ടുണ്ടോ ചെറുപ്പകാലത്ത്? ഇല്ല. അപ്പോൾ ഓർത്തേ, കാക്കകളെ, അതുകൊണ്ടാണ് യേശു പറഞ്ഞു, കാക്കകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിച്ച് വെച്ചിട്ടുമില്ല, എന്നിട്ടും സ്വർഗസ്ഥനായ പിതാവ് അതിനെ എന്തുമാത്രം നന്നായി തീറ്റിപ്പോറ്റുന്നു നിങ്ങൾ നോക്കിക്കേ. വയലിലെ ലില്ലികളെ ഒന്ന് നോക്കുവിൻ, അവ നൂൽ നോൽക്കുന്നില്ല, എന്നിട്ടും സോളമൻ പോലും തൻ്റെ മഹത്വത്തിൽ ഇത്രയും ഒരു ലില്ലിപ്പൂവിനെ പോലെ അലങ്കൃതമായി തീരാൻ ശലോമോനെ കൊണ്ട് പോലും സാധിച്ചില്ല. അത്ര മനോഹരമായിട്ടല്ലേ പുഷ്പങ്ങൾ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ആ പുറത്തോട്ട് നോക്കിയാൽ എത്രയോ മണിക്കൂർ നേരം കൊണ്ടാണ് ഒരു റീത്തൊക്കെ അല്ലെങ്കിൽ ഒരു ബൊക്കയൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നറിയോ? ഇത് നമ്മളങ്ങോട്ട് നോക്കിയാൽ ചെടിയിൽ എത്ര മനോഹരമായിട്ടാണ് ബൊക്കെ പോലെ തൂങ്ങിക്കിടക്കുന്നത്. ആരും അധ്വാനിച്ചിട്ടില്ല, ആരും ഒന്നും ചെയ്തില്ല, വെറുതെ കൊണ്ട് കുഴിച്ച് വെച്ചതേ ഉള്ളൂ. നല്ല ബൊക്കെ പോലെ താഴോട്ട് തൂങ്ങിക്കിടക്കുക. ഇതുപോലൊരെണ്ണം ഞാൻ ഈ പള്ളി തൂക്കിയിടണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പെണ്ണുങ്ങളോട് പറയുകയാണെങ്കിൽ അവർ പറയും 10,000 രൂപയുടെ ഉണ്ട്, 25,000 രൂപയുടെ ഉണ്ട്, തിരുമേനിക്ക് ഏതാ വേണ്ടത്? അത്രയും ചിലവാകും. ഒരു നല്ല ബൊക്കയ്ക്ക് അത്രയും ചിലവാകും. പക്ഷേ ഇതാ ചില വഴിയിലൊക്കെ ചെടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കണ്ടാൽ എത്ര മനോഹരമാണ്. ആരും അധ്വാനിക്കാതെ ഇതിങ്ങനെ മനോഹരമായി കിടക്കുന്നു. അപ്പോൾ ഒരു ചെടിയെ പോലും ഇത്രമാത്രം അലങ്കരിച്ചെങ്കിൽ നീയാകുന്ന മനുഷ്യനെ, ഇതാ ജീവൻ മുറിച്ചെടുത്ത് നിനക്ക് നൽകി ഇങ്ങോട്ട് അയച്ച വ്യക്തിയെ സംരക്ഷിക്കാനും തീറ്റി തരാനും നിനക്ക് വീട് തരാനും നിനക്ക് സംരക്ഷണം തരാനും നിൻ്റെ അവസാന കാലത്ത് മരിക്കാൻ കിടന്ന സമയം നോക്കാനും ആരെ ആവശ്യമില്ല? മക്കളെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ മക്കൾക്ക് ജന്മം നൽകരുത്. അതിനാണ് ജന്മം നൽകുന്നതെങ്കിൽ, അതിനാണ് വളർത്തുന്നതെങ്കിൽ നിങ്ങൾ ആ മക്കളെ ഓർത്ത് ജീവിതകാലത്തിൽ കരയേണ്ടി വരും. വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ നോക്കണം, നിങ്ങളെ പരിപാലിക്കണം, നിങ്ങൾ സ്നേഹിച്ച പോലെ നിങ്ങളെ സ്നേഹിക്കണം എന്ന് വിചാരിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുന്നതെങ്കിൽ ആ മക്കളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ജീവിതായുസിൽ കണ്ടമാനം ഏങ്ങലടിച്ച് കരയേണ്ടി വരും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ജന്മം നൽകിയിട്ട് ഇത്രയും കൊണ്ട് ചിന്തിച്ചേ, ദൈവമേ എനിക്ക് ദൈവം 2 ജീവനെ തന്നു. എന്തിനാ? ഈ ഭൂമിയിൽ ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന 2 രാജകുമാരന്മാരാണിത്, അല്ല 2 രാജകുമാരിമാരാണിത്. ഇവരെ ചിലപ്പം
ദൈവം ഈ കാലഘട്ടത്തിലെ ഒരു സയൻറ്റിസ്റ്റാക്കി മാറ്റാനായിരിക്കാം, അല്ലെങ്കിൽ ദൈവം ഇവനെ ഏതെങ്കിലും വലിയ കാര്യത്തിന് ഉപയോഗിക്കാനായിരിക്കാം. അതിന് നീ എൻ്റെ കുഞ്ഞിനെ, എൻ്റെ മക്കളെ നീ ഇന്നങ്ങോട്ട് പിടിക്കേ. നിങ്ങളൊന്ന് കൊടുത്തു നോക്കിക്കേ പ്രിയമുള്ളവരെ. തൊട്ടേച്ച് എഴുന്നേറ്റ് വരുന്നത് പോലെ പിള്ളേർ അഭിഷേകം പ്രാപിച്ച് എഴുന്നേറ്റ് വരും. സത്യത്തിൽ ഈ മാതാപിതാക്കന്മാരുടെ സ്വാർത്ഥതയാകുന്ന ബന്ധനത്തിൻ്റെ കീഴിൽ കിടന്ന് പിള്ളേർ ഞെളിപിരി കൊള്ളുകയാണ്. ഇവരുടെ ഇങ്ങനെ സ്വാർത്ഥപരമായി പൊസസീവ്നെസ്, തങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ആവശ്യമില്ലാത്ത പൊസസീവ്നെസ് ഇങ്ങനെ കിടക്കുകയാണ് കുഞ്ഞുങ്ങളുടെ മേൽ. അടുത്ത കാലത്തൊരു കൊച്ചു മരിച്ചുപോയി. കൊച്ചെന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രായമുള്ള ചെറുപ്പക്കാരൻ മരിച്ചുപോയതിൻ്റെ പിറ്റേ ദിവസം അമ്മ ചോദിക്കുക, ഈ ദൈവമൊക്കെ ഉണ്ടോ? ഉണ്ടെന്നുള്ളതിന് തെളിവല്ലേ ജീവൻ കൊടുത്തവൻ അതും എടുത്തുകൊണ്ട് ആരുടെ അനുവാദം ഇല്ലാതെ പോയത്? അത് തന്നെ ഒരു തെളിവല്ലേ? അമ്മ ചോദിക്കുക, ഈ ദൈവമൊക്കെ ഉണ്ടോ? ഇനിയും വിശ്വസിക്കണം. 40 വയസ്സിൽ കൊണ്ടുപോയില്ലേ? 35 വയസ്സിൽ കൊണ്ടുപോയില്ലേ? ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. അപ്പം നമ്മളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് വരണം പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. ഇല്ലെങ്കിൽ പ്രഷറും ടെൻഷനും എല്ലാം അടിച്ച് നമ്മളങ്ങ് വിഷമിക്കും. നമ്മുടെ മക്കളെക്കുറിച്ചോർത്ത്, ഭർത്താവിനെക്കുറിച്ചോർത്ത്, ഭാര്യയെക്കുറിച്ചോർത്ത്, കുഞ്ഞുങ്ങളെക്കുറിച്ചോ ഇങ്ങനെ വിഷമിക്കുകയാണ് പലരും. വളരെ പ്രഷറിലാണ്. നമ്മളങ്ങോട്ട് വിട്ടേ, തമ്പുരാൻ്റെ കയ്യിലോട്ടൊന്ന് ഏൽപ്പിച്ചേ. ഇങ്ങനെ പ്രിയമുള്ളവരെ, വിശുദ്ധന്മാരെന്ത് ചെയ്യുന്നറിയാവോ? കിട്ടിയ ഒരു ജീവിതം തമ്പുരാൻ തന്നത് ഇന്നാ പിടിക്ക്, നിനക്ക് വേണ്ടി. കർത്താവേ, ഞാൻ പോകാൻ തയ്യാറാണ്, ഞാൻ ചെയ്യാൻ തയ്യാറാണ്, ഞാൻ ജീവിക്കാൻ തയ്യാറാണ്. പരിശുദ്ധമായി ഒരു തീരുമാനം കൊണ്ടെടുക്കുക. അപ്പോൾ ആരംഭിക്കും ദൈവകൃപ. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പല വ്യക്തികളുടെയും ജീവിതത്തിൽ വിശ്വാസ മേഖലകൾ തുറക്കപ്പെടാതെ കിടക്കുന്നതിന് കാരണം അവരുടെ മനസ്സ് ഇങ്ങനെ അറിയാത്തൊരു സ്വാർത്ഥതയുടെ കെട്ടിലാണ്. നമ്മളെ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നെങ്കിലും പ്രിയമുള്ളവരെ, വല്ലാത്ത ചില സ്വാർത്ഥതകളുടെ കെട്ടിനകത്തും ബന്ധനത്തിനകത്തും പിടിക്കാത്താണ് നമ്മുടെ മനസ്സിങ്ങനെ കിടക്കുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ്. അതിൽ നിന്ന് നമ്മളെന്ത് ചെയ്യണം? പുറത്ത് ചാടണം. എന്നിട്ട് യേശു പറയുകയാണ്, ഇതാ നിങ്ങൾ ഇങ്ങനെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ അന്വേഷിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം എൻ്റെ ജീവിതവുമായിട്ട് അനുരൂപപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് ലഭിച്ചതിൻ്റെ 10 ഇരട്ടി, നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ 10 ഇരട്ടി സാധ്യതകൾ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും.